ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ സ്നേഹിതന്മാർക്ക് സ്വാഗതം. തൊടുപുഴയിൽ വെച്ച് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ഷാജൻ സക്രയയെ 6 ഗുണ്ടകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല. അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം ഞങ്ങളെപ്പോലെയുള്ളവർ ഒരു കാലത്ത് നിഷ്പക്ഷമായി കണക്കാക്കുന്നില്ല. മാധ്യമത്തിലൂടെ അദ്ദേഹം ഒട്ടേറെ ആളുകളെ ശത്രുക്കളാക്കിയിട്ടുണ്ട്. അത് ശരി തന്നെ. പക്ഷേ ജനാധിപത്യം പൂത്തുലയുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഒരിക്കലും മാധ്യമ പ്രവർത്തനത്തെ അടിച്ചമർത്താൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇവിടെ പല രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും മാധ്യമ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നുണ്ട്. പോരാ, ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം പോലെ പക്ഷപാതപരമായി വാർത്തകൾ കൊടുക്കുന്ന ആളുകൾ ഇല്ലെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ പലതും പൊതു ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. അദ്ദേഹം തന്റെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈസ്തവനാണ്, റോമൻ കത്തോലിക്ക വിശ്വാസിയാണ്. അതേസമയം അദ്ദേഹം ഒരു SNDP സംഘടനയുടെ അംഗം കൂടെയാണ്. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ SNDPക്കാരനാണോ അതുമല്ല, ക്രൈസ്തവനാണോ അതുമല്ല. ക്രൈസ്തവരെയും SNDPക്കാരെയും എന്ന് പറഞ്ഞാൽ ഈഴവരെയും കടുത്ത ഭാഷ വിമർശിക്കുകയും ചെയ്യും. അത് തെറ്റാണെന്ന് പറയാനല്ല. ക്രൈസ്തവരെ വിമർശിക്കാം, SNDPക്കാരെ വിമർശിക്കാം. പക്ഷേ ചില വിമർശനങ്ങൾ അതിൽ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും അധികം ആക്രമിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്, പിണറായിസത്തെ. പിണറായിസം ഞങ്ങളെപ്പോലെ ദൃഷ്ടിയിൽ ഏറ്റവും നീചമായ ഇരിസമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച ഒന്നാണ് പിണറായി എന്ന വ്യക്തിത്വം. അതിന് പിണറായിസം എന്നേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ ആ നിരൂപണം യുക്തിസഹമാണ്. ഈ പിണറായിസം കമ്മ്യൂണിസത്തെ കുഴിച്ചു മൂടിയിരിക്കുകയാണല്ലോ. അപ്പൊ ആ നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസത്തിനെതിരെയുള്ള നിരൂപണം സ്വാഗതാർഹമാണ്. പക്ഷേ അതും അതിന് വിട്ടു പോകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം വാർത്തകൾ കൊടുക്കാറുണ്ട്. മുസ്ലിം തീവ്രവാദികളുടെ വീക്ഷണത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം ശത്രുവാണ്. ഒരളവിൽ അത് ശരിയാണെന്ന് പറയാം. നമുക്ക് മുസ്ലിങ്ങളെ വിമർശിക്കാം. മുസ്ലിങ്ങൾ 2 ഭാഗം ആളുകളുണ്ട്. ഇന്ത്യയിലെ പൊതുവെ മുസ്ലിങ്ങൾ സമാധാനപ്രിയരാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ, വിദേശ പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും യമനിലും പലസ്തീനിലുമൊക്കെ ഉള്ള മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും തീവ്രവാദ നിലപാടുകൾ പുലർത്തുന്നവരാണ്. ആ തീവ്രവാദത്തെ മുസ്ലിങ്ങൾ തന്നെ എതിർക്കുന്നുണ്ട്. AP അഹമ്മദ് സാഹിബ് ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർക്കുന്ന ഒരു മുസ്ലിമാണ്. അങ്ങനെ ഒട്ടേറെ മുസ്ലിങ്ങളും എതിർക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ എതിർപ്പ് ആ നിലയിലല്ല. വിദ്വേഷം ഉളവാകത്തക്ക നിലയിലുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാർത്തകളെ വിലയിരുത്തിയാൽ അറിയാം, അയാള് ഒരു സംഘപരിവാറിന്റെ വക്താവാണ്. സംഘപരിവാറിനെ ശ്ലാഘിക്കുന്ന അനേകം ക്രൈസ്തവരുണ്ട്. കാസ അതിനൊരു ദൃഷ്ടാന്തമാണ്. അവരെ ക്രൈസ്തവരായി കണക്കാക്കാനാവില്ല. അങ്ങനെ ഉള്ള ആളുകളെ ക്രിസംഗികൾ എന്നാണല്ലോ പറയുന്നത്. ക്രിസംഗികൾ
ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല. അപ്പൊ അതുപോലെ ഒരു ക്രിസംഖിയുടെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. എന്നാൽ അത് അദ്ദേഹം സമ്മതിക്കുകയുമില്ല. കേരളത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പണിക്കരുണ്ട്. അദ്ദേഹത്തെ പോലെ കപടനായ ഒരു വ്യക്തി ഇല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അദ്ദേഹം തന്റെ അഭിപ്രായം തുറന്നു പറയുകയില്ല, ഹൈന്ദവ ആശയങ്ങൾ. അതേസമയം ടി ജി മോഹൻദാസ് ഉണ്ട്, ശശികല എന്ന ഒരു മാന്യ വനിതയുണ്ട്. ഇവർ രണ്ടുപേരും അവരുടെ ഹൈന്ദവ ആശയങ്ങൾ തുറന്നു പറയുന്നുകൊണ്ട് അവരെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ പണിക്കരും ഷാജിനും ഒക്കെ മൂടി വെച്ചാണ് പറയുന്നത്. പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിന് ഹാനികരമായി തീർന്നിട്ടുണ്ട്. ഏതെങ്കിലും നിലപാടുണ്ടെങ്കിൽ ഉറച്ചു പറയണം. അതല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണെന്ന് ഉറക്കെ പറയും. അതിനെതിരെ വരുന്ന ഏതൊരു കാര്യത്തെയും ശക്തമായി പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ ആര് വന്നാലും അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യും എന്ന ഒരു നിലപാട് എനിക്കുണ്ട്. അതെന്റെ ആത്മീയ നിലപാടാണ്. അതേസമയം ഞാനൊരു അംബേദ്കറിസ്റ്റാണ്. അംബേദ്കറിന്റെ ആശയത്തോട് വളരെ കൂറു പുലർത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരു അംബേദ്കറിസ്റ്റും ആത്മീയമായ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ എനിക്ക് മടിയില്ല. ഇത് ഷാജൻ സ്കറിയയെ പോലെയുള്ള ആളുകൾ ഒരിക്കലും പറയുകയില്ല. അപ്പൊ അവരെയാണ് നാം സൂക്ഷിക്കേണ്ടത്. അവര് ഒളിഞ്ഞും തെളിഞ്ഞും ഒരു അളവോളം നിഷ്പക്ഷ നിലപാടുകൾ ഉള്ളവരാണെന്ന് പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവര് കപട വീക്ഷണം പുലർത്തുന്നവരാ. അതിന് ലക്ഷ്യമുണ്ട്. അവർക്ക് ഒരു കൂട്ടം ആളുകളുടെ സഹായവും സാമ്പത്തികവും ആവശ്യമാണ്. ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിയാൽ അവരുടെ സഹായം കിട്ടും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ്. ചില ആളുകൾ അവര് രഹസ്യമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കാശ് വാങ്ങി മാധ്യമ പ്രവർത്തനം വ്യഭിചരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഷാജൻ സ്കറിയ ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ വധഭീഷണി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. ശത്രുതാ മനോഭാവം ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചതിന് പത്രപ്രവർത്തകർ ഒന്നടങ്കം ചോദ്യം ചെയ്യേണ്ടതാണ്. അവിടെ പക്ഷപാതപരമായ ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അതിക്രമത്തെ തികഞ്ഞ ആർജവത്തോടുകൂടെ നിരൂപണം ചെയ്യുന്നു. അതൊരു ഭീരുത്വമാണ്. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായിയുടെ പിണിയാടുകളോ നിഷ്പക്ഷമായ നിലയിൽ അന്വേഷണം നടത്തുമോ എന്ന് ഞങ്ങളെപ്പോലോട് സംശയിക്കുകയാണ്. കാരണം അവരും ഏറ്റവും ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഇവിടെയുള്ള BJPയോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാണിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുവാൻ ഞങ്ങൾ മടിക്കുന്നില്ല. കേരളത്തിന്റെ നാശം തന്നെയാണ് ഈ പിണറായി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇനി ഞങ്ങളുടെ മീഡിയ വഴി കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ദലിതർക്ക് ഒരു കാലത്തും നന്മ വരുമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരിയാണ് പിണറായി. അതിന് കാരണം പുസ്തകം ദ്വാര ഞങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കും. ആഗമ മീഡിയ അദ്ദേഹത്തിനെതിരെ നടത്തിയ അതിക്രമത്തെ ശക്തിയായ ഭാഷയിൽ അപലപിക്കുകയാണ്. ജനാധിപത്യത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആഗമ മീഡിയ ശക്തമായ അപലപനം നടത്തുകയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
കൂടാതെ ബെൽ ബട്ടൺ അമർത്തുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.